എൻ്റെ ഹസ്ബൻഡ് നല്ല ബിസിയായ ഒരു ഡോക്ടറാണ്. രാവിലെ 8 മണിക്ക് അദ്ദേഹം വീട്ടിൽ നിന്ന് പോകും, 11 മണിയാകും തിരിച്ചു വരാൻ. അദ്ദേഹത്തിന് കുട്ടികളുമായി യാതൊരു ബന്ധവുമില്ലാത്ത അവസ്ഥയാണ്. വന്നു കഴിഞ്ഞാൽ തന്നെ ഫോണിൽ അദ്ദേഹം എൻഗേജ് ചെയ്യാണ്. എന്താണൊരു പരിഹാരമുള്ളത്? ഞാൻ പറഞ്ഞു ഇങ്ങനത്തെ ഡോക്ടർമാർക്ക് നമ്മൾ പോകാൻ പറ്റില്ല എന്ന് ഞാൻ പറയാം. കാരണം ഒരു ഡോക്ടർക്ക് ഒരു ദിവസം കൺസൾട്ട് ചെയ്യാനുള്ള പേഷ്യൻസിനൊരു ലിമിറ്റ് ഉണ്ട്. ഒരു 100-300 പേഷ്യൻസിനൊന്നും എന്ത് ചെയ്യാൻ പറ്റില്ല, ഒരു ദിവസം ഒരാൾക്ക് നീതിപൂർവകമായി പരിശോധിക്കാൻ പറ്റില്ല. അപ്പോൾ സത്യത്തിൽ ഇവരൊക്കെ ചെയ്യേണ്ടത് എന്താ വെച്ചാൽ അവിടെ പേഷ്യൻസിനൊരു ലിമിറ്റ് വേണം. നല്ല സ്പെഷ്യലൈസ്ഡ് ഡോക്ടേഴ്സൊക്കെ ആണെങ്കിൽ ഞാൻ 10 പേഷ്യൻറ്റിനെ നോക്കുള്ളൂ, അല്ലെങ്കിൽ 20 പേഷ്യൻറ്റിനെ നോക്കുള്ളൂ. അതേ അയാൾക്ക് നീതിപൂർവ്വം നോക്കാൻ പറ്റുള്ളൂ. എന്ത് ജോലിക്കൂല്ലേ നമുക്കങ്ങനെ ഒരു ജോലി നമ്മുടെ പരിമിതമല്ലാത്ത സമയം. ഇപ്പോൾ ഒരു ക്ലാസ് കേൾക്കുന്നൊരു കുട്ടിക്ക് എത്ര സമയം ഇരിക്കാൻ പറ്റും? അതെ. എന്നാൽ ഓനോട് നമുക്ക് 4 മണിക്കൂർ പ്രസംഗിക്കാം, പക്ഷെ ബാക്കി 3.25 മണിക്കൂറും വേസ്റ്റായിരിക്കും. 40 മിനിറ്റാണ് അവൻ്റെ ഒരു ഏകാഗ്രത കിട്ടുന്നതെന്നുണ്ടെങ്കിൽ. എല്ലാത്തിലും അങ്ങനെയാണ്. നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ചെയ്യുന്ന ജോലി എന്ത് ചെയ്യണം? പെർഫെക്റ്റ് ആവുക എന്നുള്ളത് ജോലിയോടുള്ള നീതിയാണ്. അതിന് സമയം ക്രമീകരിക്കാം. അതോടൊപ്പം അയാൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താണെന്ന് വിചാരിച്ചാൽ, നമ്മൾ ഈ വൈഫിനേറ്റ് കുടുംബത്തോടൊക്കെ നമ്മൾ ഇടപഴകുന്നത് എന്താണ്? നമ്മുടെ ഒരു എൻ്റർടൈൻമെൻറ്റാണ്. മനസ്സിലേ? നമ്മളിപ്പോൾ ഒരു ജീവനക്കാരൻ 10 മണിക്ക് ചായ കുടിക്കാൻ വേണ്ടി ജോലി നിർത്തുമ്പോൾ, ഇനിയിപ്പോൾ ആ അരമണിക്കൂർ ജോലി നിർത്തിപ്പോയല്ലോ, നമ്മൾ കൊടുക്കുന്ന ശമ്പളത്തിൽ നിന്ന് അരമണിക്കൂർ പോയി എന്നല്ല. അയാൾ ചായ കുടിച്ചു വന്നാൽ അയാൾ എന്ത് ചെയ്യും? ഇതുവരെ തുടർന്ന ആവേശത്തോടു കൂടെ ഇനിയും ജോലി ചെയ്യും. ചായ കുടിച്ചില്ലെങ്കിലോ ഇവിടെ നിന്നിട്ടുള്ള ജോലി മൊത്തം പ്രശ്നമായിരിക്കും. ഇതേപോലെ നമ്മളെ ബൂസ്റ്റ് ചെയ്യാൻ, നമ്മൾക്കൊരു മോട്ടിവേഷൻ ലഭിക്കാൻ, നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ഒരു സന്തോഷത്തോടെ കാര്യങ്ങൾ നിർവഹിക്കണമെങ്കിൽ എന്ത് വേണം? നമ്മുടെ ഫാമിലിക്ക് കൊടുക്കണേ നമ്മൾ കൊടുക്കണം. അത് ഫാമിലിയിൽ നിന്ന് കിട്ടുക. സത്യം പറഞ്ഞാൽ 2 കാര്യമാണ് മനുഷ്യൻ്റെ പകലിലെ എല്ലാ ക്ഷീണങ്ങളെയും മാറ്റുന്നത്. നിങ്ങൾ എത്ര ഹാർഡ് വർക്ക് ചെയ്താലും 2 കാര്യങ്ങളെ കൊണ്ട് നിങ്ങളുടെ ഒന്ന് രാത്രി അങ്ങനെ ഉറക്കം, അത് മനുഷ്യന് സെക്കൻഡാണ്. രാത്രി നമ്മൾ ഉറങ്ങുമ്പോൾ എന്തു ചെയ്യും? പകലത്തെ മുഴുവൻ ക്ഷീണം കഴിഞ്ഞു, അടുത്ത ദിവസം നമ്മൾ ഫ്രഷായിട്ട് നീക്കാം. നമ്മൾ രാത്രി ഉറങ്ങിയില്ലെങ്കിലോ അന്ന് ആ ദിവസത്തെ മുഴുവൻ ക്ഷീണം അവിടെ ബാക്കിയേക്കാം. അപ്പോൾ നാളെ ജോലി ചെയ്യണമെങ്കിൽ എന്ത് വേണം? ഉറങ്ങണം. ഇന്ന് ഉറങ്ങണം. അല്ലെങ്കിൽ ഇന്നലത്തെ വിശ്രമം പെൻഡിങ് ആയിട്ടാണ് പിറ്റേന്ന് വരിക, നമുക്ക് ജോലി ചെയ്യാൻ കഴിയില്ല. അതേപോലുള്ള ഒന്നാണത് ലിതസ്കുനുയിലേക. ഒരു ദിവസം നമ്മൾക്ക് വന്ന ടെൻഷൻ, മാനസികമായ സ്ട്രെസ്സ്, ഇത് മുഴുവനും എന്ത് ചെയ്യണം? നമ്മൾ വൈഫിനോട് പറയും. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും? അപ്പോൾ വൈഫ് പറയുമ്പോൾ സാരല്ല, അതങ്ങനെ തന്നെയാണ്, അങ്ങനെ പറഞ്ഞ് സമാധാനിപ്പിക്കും. ഒക്കെ കേട്ട് നമ്മൾ എന്ത് ചെയ്യും? സമാധാനമായിട്ട് ഉറങ്ങും. അന്നത്തെ മുഴുവൻ പെൻഡിങ് തീർന്നു. ഇത് രണ്ടിനും അവസരമില്ലാത്തൊരു വ്യക്തി ഒരു ഭ്രാന്തനാകും. 10 ദിവസം ഉറങ്ങാതിരുന്ന് എന്താ സംഭവിക്കുക? ഒരു ഫാമിലി സപ്പോർട്ടില്ലാത്ത ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് അത്രമാത്രം ടെൻഷനായിരിക്കും. അപ്പോൾ ഇവരൊക്കെ വിചാരിക്കണമെന്ന് വെച്ചാൽ ഇതൊക്കെ ഒരു വേസ്റ്റാണ്, ഞാൻ ഭയങ്കര സീരിയസ് ആയ ആളാണ്, എനിക്ക് ടൈമിന് അങ്ങനെ എൻ്റെ ടൈം ഭയങ്കര പ്രഷ്യസാണ്, എനിക്കങ്ങനെ ഒഴിവാക്കാനില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഫുൾ ടൈം ഈ കൺസൾട്ടേഷനും അതിനുശേഷം പിന്നെ ഫോണും ഒക്കെ ആയി ജീവിക്കുന്ന ആളുകൾക്ക് എന്ത് ലൈഫാണ്? എന്ത് ലൈഫാണ്? ഇനി അതൊക്കെ പോകട്ടെ, ഞാൻ മിനിമം പറയാം. നമ്മളിത് പണമുണ്ട്, മനസ്സിലായി? ആ പണം നമ്മൾ അനുഭവിക്കുമ്പോൾ മാത്രമേ നമുക്കത് ഉപകാരപ്പെടുന്നുള്ളൂ. നമ്മളിങ്ങനെ കൂട്ടി വെച്ചിട്ടും സ്വർണ്ണം വാങ്ങിയിട്ട് കാര്യമുണ്ട്. നമ്മളെങ്ങനെ അത് എൻജോയ് ചെയ്യാം? അപ്പോൾ നിങ്ങളെന്ത് ചെയ്യും? ഒരു കാറ് വാങ്ങി നമ്പർ പ്ലേറ്റ് വെച്ചിട്ട് കാര്യമുണ്ടോ? കയറി പോകണ്ടേ? ഏറ്റവും സന്തോഷകരമായ യാത്ര ഏതാ? ഭാര്യയും കുട്ടികളും കൂട്ടി. അതിന് സമയം വേണ്ടേ? അപ്പോൾ നമ്മൾ ഉണ്ടാക്കുന്ന പണം നമുക്ക് ഭക്ഷണം കഴിക്കണ്ടേ? നല്ല റിലാക്സ് ചെയ്ത് നമുക്ക് നന്നായി ഒന്ന് ഉറങ്ങണ്ടേ? അതിന് ടൈം വേണ്ടേ? നമുക്ക് വൈഫിനും കുട്ടികളുടെ പുറത്ത്. അപ്പോൾ നമ്മൾ ഉണ്ടാക്കുന്ന പണം അനുഭവിക്കാനുമുള്ള ഒരു ടൈം നമ്മൾ എന്ത് ചെയ്യണം? ഡെയിലി കാണണം. ഇന്നെനിക്ക് 10,000 റുപ്യ വരുമാനമുണ്ടെങ്കിൽ ഞാനൊരു 10 മിനിറ്റെങ്കിലും ഈ 10,000-ന് കുറഞ്ഞൊരു പൈസ എടുത്തുവെച്ച് അനുഭവിക്കാനും സമയം കാണണ്ടേ? അല്ലെങ്കിൽ എന്ത് വിഡ്ഢിത്തമാണ് നമ്മൾ ചെയ്യണം? അപ്പോൾ പല കാരണങ്ങളെ കൊണ്ട് പറയുകയാണെങ്കിൽ ഫുൾ ടൈം ജോലി, ഫുൾ ടൈം ബിസി എന്നുള്ളത് മഹാവിഡ്ഢിത്തമാണ്. അയാൾക്ക് ആ ജോലിയും പെർഫെക്റ്റായി ചെയ്യാൻ പറ്റില്ല, അയാൾക്കതിലൊരു സന്തോഷവും അയാൾക്ക് ലഭിക്കില്ല. നമ്മൾ എന്ത് ജോലി കഴിഞ്ഞാലും വീട്ടിലേക്ക് എത്താം, ഭാര്യയിലേക്ക് എത്താം, മക്കളിലേക്ക് എത്താം എന്ന പ്രതീക്ഷയാണ് നമ്മുടെ ജീവിതത്തെ മുന്നോട്ട് നയിക്കണം. അപ്പോൾ നിങ്ങളൊരു പ്രോഗ്രാമിന് പോയി, പ്രോഗ്രാമൊക്കെ കഴിഞ്ഞു, പിന്നെന്താ നിങ്ങൾ ചെയ്യുക? നിങ്ങൾ ധൃതിപ്പെട്ട് വീട്ടിൽ, അപ്പോൾ നിങ്ങൾക്ക് മടങ്ങാനൊരു സ്ഥലമുണ്ട്, മനസ്സിലായി? അതാണല്ലോ നമ്മുടെ ലക്ഷ്യം. അല്ലെങ്കിൽ നമ്മളെന്താ ചെയ്യുക? നമുക്ക് ലക്ഷ്യം ഉണ്ടാവില്ല. അപ്പോൾ ഫാമിലി സെൻറ്റേഡായിട്ട് കേന്ദ്രീകൃതമായിക്കൊണ്ട് ഫാമിലിയോട് അറ്റാച്ച് ചെയ്ത് പോവാതെ
നമ്മുടെ ജോലിയോ നമ്മുടെ ബിസിനസ്സോ ഒന്നും സക്സസ് ആയി റിലാക്സ് ചെയ്ത് കൊണ്ടുപോകാൻ നമുക്ക് കഴിയില്ല. അതുകൊണ്ട് ഇത്തരമൊരു പ്ലാൻ ഇല്ലാതെ ജോലി മാത്രം ചെയ്ത് അതൊക്കെ അക്കൗണ്ടിൽ കയറ്റിയിടുന്ന ആളുകളാണ് ഇന്നത്തെ ഏറ്റവും വലിയ വിഡ്ഢികൾ നമ്മൾ പറയേണ്ടത്. അതുകൊണ്ട് ഇത്തരം ആളുകൾക്ക് നമ്മൾ അവയർനെസ് കൊടുക്കുക എന്നല്ലാതെ ഒരു നിവൃത്തിയില്ല. അപ്പോൾ ഡോക്ടർ ചിന്തിക്കണം, ഒരാളെ കൺസൾട്ട് ചെയ്താൽ 250 ഉറുപ്പിയാണ്. അപ്പോൾ ഈ മെഡിക്കൽ ഷോപ്പിൽ ഞാൻ എന്ത് ചെയ്യാണ്, പിന്നെ വൈകുന്നേരം ജോലി കഴിഞ്ഞ് പോരുമ്പോൾ ഒരു 10 മിനിറ്റ് അവിടെ പോയിരുന്നാൽ എനിക്കൊരു 10 പേഷ്യൻ്റ് ഉണ്ടാവും. 10 പേഷ്യൻ്റ് ഉണ്ടെങ്കിൽ എനിക്ക് എന്ത് ചെയ്യും, ഒരു 2000 ഉറുപ്പിക കിട്ടും എന്ന് ചിന്തിച്ചാൽ എന്തായിരിക്കും ജീവിതത്തിൻ്റെ അവസ്ഥ എന്ന് വെച്ചു. അപ്പോൾ നമ്മൾ ഇതിനെന്ത് ചെയ്യണം, ടൈം കണ്ടിട്ട് മാറ്റി വെക്കണം, അല്ലെങ്കിൽ ഇതും വല്ലാതെ മുന്നോട്ട് പോകും.